അങ്ങനെ ബാംഗ്ലൂർ കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. കൊച്ചിയിലുണ്ടായിട്ട് നമുക്ക് ബാംഗ്ലൂർ വന്ന് കയറാനാണ് കേട്ടോ എനിക്ക് ഭാഗ്യം ഉണ്ടായത്. പിന്നെ ഭയങ്കര ഭാഗ്യമാണ്, കയറിയപ്പോൾ മനസ്സിലായി ഒരു കുതിര എടുക്കാനുള്ള ആളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും കണക്കാണേ. പിന്നെ നമ്മൾ നേരെ സിക്പേട്ട ഇറങ്ങി. ഇവിടെ ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ട്, അത് കാണാനുള്ള ആക്രാന്തത്തിലാണ് നമ്മളെല്ലാവരും പോണത്. ഇവിടെ ആണെങ്കിൽ വന്നപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു. സൺഡേ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ, അതുകൊണ്ട് എല്ലാ നാട്ടിലെ ആൾക്കാരും ഇതിനകത്തുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് നമ്മൾ ട്രൈ ചെയ്തു. ഇവിടെ എല്ലാത്തിൻ്റെ കൂടെ വട കിട്ടും, അത് മാത്രമേ കൊള്ളാവൂ. നമുക്ക് മറ്റേതിൻ്റെ മസാല ഒന്നും ഇഷ്ടപ്പെടത്തില്ലേ. പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞായും കൊച്ചപ്പയും ബോധം കിട്ടും. അവരെ നമ്മൾ റൂമിൽ കൊണ്ടാക്കിയിട്ട് നേരെ തിരിച്ച് നമ്മൾ വന്നു. നമ്മൾ റാപ്പിഡോ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് കേട്ടോ ഈ ഒരു ഓട്ടോ ആയാലും ടാക്സി ആയാലും നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവരൊക്കെ നമ്മളെ അറുത്ത് വാങ്ങിക്കും. പിന്നെ ഇവിടുത്തെ ബംഗാളി ചേട്ടനിൽ നിന്ന് 2 കപ്പലണ്ടി വാങ്ങിച്ചിട്ട് KSR വന്ന് നേരെ ചിക്പേട്ടയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയൊക്കെ ബുക്ക് ചെയ്ത് പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ടിക്കറ്റ് റേറ്റൊക്കെ കുറച്ച് കിട്ടും. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഈ ചുമർ ചിത്രങ്ങൾ. നിങ്ങൾക്ക് വായി നോക്കി നടന്ന് ഇങ്ങനെ ആസ്വദിക്കാം. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ട്. 6 മണി വരെ ഉള്ളൂ ഈ സൺഡേ മാർക്കറ്റ്. അതിൻ്റെ തിരക്കിലാണ് നമ്മൾ.